സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ വർഷങ്ങൾക്ക് മുമ്പ് 1970കളുടെ തുടക്കത്തിൽ ആദ്യമായി ഗൾഫ് യാത്ര നടത്തിയ ഒരു രംഗമുണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു വിസക്ക് വേണ്ടി പിടിക്കാത്ത കാലില്ല. അവസാനം അത് കിട്ടി. അങ്ങനെ ബോംബെയിൽ ചെന്ന് കേറി വിദേശ രാജ്യത്ത് ചെന്നിറങ്ങി എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടോണ്ടേ? ആരുമില്ല. പിന്നെ കൂട്ടിയാരോ എവിടെ എത്തി. അവിടുന്ന് ഒരു കട്ടൻ ചായ കിട്ടാഞ്ഞിട്ട് ഉസ്താദും അവേലത്ത് തങ്ങളും ഒക്കെ ദീർഘമായി നടന്ന് ക്ഷീണിച്ച കഥകളൊക്കെ അവർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് അവர்கள் പിന്നീട് എന്ത് ചെയ്തു? ഘട്ടം ഘട്ടമായി നില മെച്ചപ്പെടുത്തി ഗൾഫ് രാജ്യത്തിന്റെ ഓരോ പ്രാന്തപ്രദേശത്തും ചെന്ന് അവിടെയൊക്കെ SYSന്റെ ഘടകം രൂപീകരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ICF എന്ന് പറഞ്ഞ് ഒരു വേറെ പേരിലാക്കി അതിനെ ഏകീകരിച്ചിട്ടുണ്ട്. ആ സംഘടനാ സംവിധാനം എല്ലാ മലയാളികൾ താമസിക്കുന്ന നാട്ടിലും കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങളെപ്പോലത്തെ ഒരാള് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം വിസോലും ഇങ്ങോട്ട് അയച്ചു തരും. ടിക്കറ്റ് അവരെടുത്തു തരും. എയർപോർട്ടിൽ അവർ നമ്മളെ വാഹനമായിട്ട് കാത്തു നിൽക്കും. അതിൽ കയറ്റി മികച്ച താമസ സൗകര്യങ്ങളെടുത്ത് കൊണ്ടിറക്കും. നല്ല ഭക്ഷണം തരും. പരിപാടി സംഘടിപ്പിക്കും. നമ്മൾ അവിടുന്ന് വിഷയം പറയും. ആളുകൾ സംഭാവന തരും. ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ദർസും ദഅവാ കോളേജുകളും നിലനിൽക്കൂല. അതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് നൽകുന്നത് ഈ സംവിധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഇവിടെ ഭരിക്കുന്നത്. ഖിലാഫത്ത് ലോകത്തെവിടെയും നിലവിലില്ല. ഇന്ന് ദീന് നിലനിർത്താൻ ഞാനും നിങ്ങളും ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂല. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയല്ലാതെ അള്ളാന്റെ മതം സംരക്ഷിക്കാൻ വേറെ മാർഗമില്ല.